ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി സെക്കൻഡ് സെമ്മിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. ഹിസ്റ്ററി, സോഷ്യോളജി, മലയാളം സബ്ജക്റ്റുകളുടെ, മലയാളത്തിൻ്റെ സംസ്കൃതം ഒഴിച്ചുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ നോട്ട്സ് ഉണ്ട്. പെയ്ഡ് നോട്ട്സ്, മലയാളം നോട്ട്സ് പെയ്ഡാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബ്ലോക്ക് ഫസ്റ്റിൽ യൂണിറ്റ് 3 ഹാരപ്പൻ സിവിലൈസേഷൻ, ഒറിജിൻ ആൻഡ് എക്സ്പാൻഷൻ എന്നാണ്. അതായത് ഹാരപ്പൻ നാഗരികതയും അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ വ്യാപനവുമാണ്. അതുമാത്രമാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അടുത്ത യൂണിറ്റിൽ അതിൻ്റെ തുടർച്ച എന്നോണം ഹാരപ്പൻ കൾച്ചർ തന്നെ വരുന്നുണ്ട്, പറയാം അതവിടെ. നോക്കുക, നമ്മൾ ഒറിജിൻ ആൻഡ് എക്സ്പാൻഷൻ നോക്കുക. ഹാരപ്പൻ കാലഘട്ടത്തിലെ നിരവധി അധിവാസ സ്ഥലങ്ങൾ സിന്ധു താഴ്വരയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, സിന്ധു നദിയുടെ താഴ്വരയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാരപ്പൻ നാഗരികത സിന്ധു നദീതട നാഗരികത എന്നും അറിയപ്പെടുന്നുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയും കേട്ടോ. മോഹൻജദാരോ, ഹാരപ്പ, ചാൻഹുദാരോ, അള്ളാനിഡോ എന്നിവയാണ് ആ മേഖലയിലെ പ്രധാന സൈറ്റുകൾ. പിന്നീട് സിന്ധു താഴ്വരയ്ക്ക് പുറത്തോ അതിനപ്പുറത്തേക്കും കൂടുതൽ സ്ഥലങ്ങൾ ഹാരപ്പൻ സംസ്കാരത്തിലേതെന്ന് പറയുന്നത് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലാദ്യം തിരിച്ചറിഞ്ഞ സൈറ്റിൻ്റെ പേരാണ് ഈ സംസ്കാരം തിരിച്ചറിയേണ്ടത് ഉണ്ട്, അതായത് ഏതാണെന്നത് അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ അതിന് പ്രാധാന്യം കൊടുത്തു. ഹാരപ്പയാണ് ആദ്യം കണ്ടെത്തിയത്. 6-ാം സാഹ്നിയാണ് ഹാരപ്പ കണ്ടെത്തിയത്. അപ്പോൾ ഹാരപ്പ എന്ന ആദ്യം കണ്ടെത്തിയ സൈറ്റിൻ്റെ പേര് പിന്നീട് ആ നാഗരികതയ്ക്ക് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. ഏതാണത്? ഹാരപ്പൻ സംസ്കാരം, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികത, ഹാരപ്പൻ കൾച്ചർ എന്നൊക്കെ പറയും കേട്ടോ. ധാരാളം ഹാരപ്പൻ സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട്. കൂടുതൽ സൈറ്റുകൾ കണ്ടെത്തിയത് പാകിസ്ഥാനിലെ ചോളിസ്ഥാനിലാണ്. 174 സൈറ്റുകൾ പാകിസ്ഥാനിലെ ചോളിസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികതയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി, അതാണ് ഒറിജിൻ ആൻഡ് എക്സ്പാൻഷൻ ആണല്ലോ അതിൻ്റെ ഹെഡിങ് തന്നെ. നോക്കുക, ഹാരപ്പൻ പ്രദേശത്ത് അഫ്ഗാനിസ്ഥാൻ, അതുപോലെ പാകിസ്ഥാൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖല എന്നിവിടങ്ങളിലൊക്കെ ഹാരപ്പൻ പ്രദേശങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഹാരപ്പൻ സൈറ്റുകൾ താമസിച്ചിരുന്ന ഏരിയകളായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വടക്ക് ജമ്മു കാശ്മീരിലെ മാണ്ടയിൽ നിന്ന് വ്യാപിച്ച് ഗുജറാത്തിലെ കാശ്മീർ വരെ നീണ്ടു നിന്നു. ഇന്ത്യയിൽ പടിഞ്ഞാറ് ഇത് പാകിസ്ഥാനിലെ മക്രാൻ തീരത്ത് സുത്കാഗൻ ഡോർ മുതൽ ഉത്തർപ്രദേശിലെ താഷഗിർപൂർ വരെ വ്യാപിച്ചു കിടന്നു. സിന്ധു നദീതടത്തിൻ്റെ താഴ്വരയായ ലർക്കാന ജില്ലയിലാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. ഹാരപ്പ കഴിഞ്ഞാൽ രണ്ടാമത് കണ്ടെടുക്കപ്പെട്ടതും എന്നാൽ ഏറ്റവും കൂടുതൽ തെളിവുകൾ ലഭ്യമായതുമായ ഹാരപ്പൻ സംസ്കാരത്തിലെ സൈറ്റാണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത യൂണിറ്റുകളിലൊക്കെ വരുന്നിടത്ത് പറയാം. അപ്പർ സിന്ധിലെ അല്ലെങ്കിൽ സിന്ധിൻ്റെ ഉയർന്ന ഭാഗത്തെ സുക്കുർ റോഹ്രി കുന്നുകളിൽ ചെർട്ട് കോറികളുണ്ട്. ചെർട്ട് കല്ലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അത്തരം കല്ലുകളുടെ കോറികളിലെ തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ ഉണ്ടായതിന് തെളിവുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ചെർട്ട് കല്ലുകൾ ബ്ലേഡ് നിർമ്മിക്കാനാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ബ്ലേഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പേർഷ്യൻ ഗൾഫ്, അതായത് പേർഷ്യൻ ഉൾക്കടൽ, മെസപ്പൊട്ടോമിയ എന്നിവയുമായുള്ള കടൽ വ്യാപാരം നിലനിർത്തിയിരുന്ന സ്ഥലങ്ങളാണ് സുത്കാഗൻ ഡോർ എന്നതും അതുപോലെ സുത്കാക്കോ എന്ന് പറയുന്ന സ്ഥലങ്ങൾ. ഇവ ഉൾപ്പെട്ടതാണ് ഇത് മക്രാൻ തീരം. ചെമ്പ്, ഈയം, ലാപ്പിസ് ലസൂലി, അതുപോലെ ടർക്കോയിസ് മുതലായ കല്ലുകൾ ഇവിടെ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ധാരാളമായി എത്തിയതുകൊണ്ട് അതവർ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ് അത് നൽകുന്നത്. ഈ തെളിവുകൾ ബലൂചിസ്ഥാനിൽ നിന്നാണ് നമുക്ക് ലഭ്യമായി, നമ്മുടെ പുരാവസ്തു ഗവേഷകർക്ക് ലഭ്യമായിട്ടുള്ളത് ബലൂചിസ്ഥാനിൽ നിന്ന്. വടക്കേ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുഗായി, ബദക്ഷനിൽ നിന്ന് ലാപ്പിസ് ലസൂലി, മധ്യേഷ്യയിൽ നിന്ന് ടിന്ന്, സ്വർണം ഇതൊക്കെ കൊണ്ടുവരുന്നതിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലാപ്പിസ് ലസൂലി നമ്മൾ നേരത്തെ പറഞ്ഞാണ്, വിലപിടിപ്പുള്ള ഒരു തരം കല്ലാണ് ലാപ്പിസ് ലസൂലി. രത്നം എന്നൊക്കെ പറയുന്ന ഒറിജിനൽ രത്നം അല്ലതാനും അർദ്ധവില കൂടിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു രത്നത്തോളം വിലയില്ലാത്തതും എന്നാൽ വില കൂടിയതുമായ രത്നം, അതാണ് വില കൂടിയത്, അർദ്ധവിലയുള്ളത് എന്നൊക്കെ പറയും കേട്ടോ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഹാരപ്പ.
പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ രവി നദിയുടെ തീരത്തായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. ഹരപ്പ ഉള്ളത് രവി നദിയുടെ മുമ്പ് ഇന്ത്യയിലായിരുന്നു, പിന്നെ രണ്ടായിട്ട് ഭാഗിച്ചപ്പോൾ പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയി. ഹാരപ്പൻ കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ ചോളിസ്ഥാൻ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ 174 സൈറ്റുകൾ അവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ടെന്ന്. ഈ പ്രദേശം അതായത് ഈ ചോളിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം സിന്ധു പ്രദേശത്തെ രാജസ്ഥാനിലെ ചെമ്പ് നിക്ഷേപവുമായിട്ട് ബന്ധിപ്പിച്ചു. ബനവലി, രവിഗർഹി, കാളിബംഗൻ, ധോളാവീര, ലോത്തൽ എന്നിവ ഹാരപ്പൻ നാഗരികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റുകളായിരുന്നു, അല്ലെങ്കിൽ സ്ഥലങ്ങളായിരുന്നു. ഇനി നമുക്കിതിൽ അടുത്തത് ഫേസസ് ഓഫ് ഹാരപ്പൻ കൾച്ചറാണ്. ഹാരപ്പൻ നാഗരികതയുടെ സംസ്കാരത്തിൻ്റെ ഘട്ടങ്ങൾ. BC 3300 മുതൽ BC 1300 വരെയുള്ള കാലഘട്ടത്തിലാണ് ഹാരപ്പൻ നാഗരികതയുടെ തുടക്കം. അറിയാലോ, BC താഴേക്കാ പോവുക എന്നുള്ളത്. ഹാരപ്പൻ സംസ്കാരത്തെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആദ്യകാല ഹാരപ്പൻ ഘട്ടം, രണ്ടാമത്തത് മെച്വർ ഹാരപ്പൻ ഘട്ടം, ഏർലി, മെച്വർ, ലേറ്റ് എന്നങ്ങനെയാണ് പറയുക കേട്ടോ. മുതിർന്ന അല്ലെങ്കിൽ മെച്വേർഡ് ആയിട്ടുള്ള എന്ന് പറയുക പക്വമായ ഹാരപ്പൻ സംസ്കാരം. മൂന്നാമത്തത് പിൽക്കാല ഹാരപ്പൻ സംസ്കാരം. അതിൽ ഏർലി ഹാരപ്പൻ കൾച്ചറിൽ BC 3300 മുതൽ 2600 വരെ. മെച്വേർഡ് എന്ന് പറയുമ്പോൾ പക്വമായ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് BC 2600 മുതൽ 1800 വരെ. ലേറ്റർ അല്ലെങ്കിൽ പിൽക്കാല അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലെ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് BC 1800 മുതൽ 1300 വരെയുള്ള കാലഘട്ടമാണ്. ആദ്യ കാലഘട്ടം അല്ലെങ്കിൽ ആദ്യ ഹാരപ്പൻ കാലഘട്ടം ഒരു പ്രോട്ടോ അർബൻ അല്ലെങ്കിൽ ഒരു നിർമ്മിതിയുടെ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹാരപ്പ, കോട്ദിജി, അമ്രി തുടങ്ങിയ സ്ഥലങ്ങൾ ഈ ഘട്ടത്തെ പ്രധാന സൂചന നൽകുന്ന സ്ഥലങ്ങളാണ്. ഈ ഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ് കോട്ടമതിൽ, ഗ്രിഡ് ആസൂത്രണം, വ്യാപാര ശൃംഖലകളുടെ വികസനം, കരകൗശല സ്പെഷ്യലൈസേഷൻ മുതലായവ. ഇനി പക്വമായ ഘട്ടം അഥവാ മുതിർന്ന ഘട്ടം എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ പ്രധാന സ്ഥലങ്ങളായിരുന്നു ഹാരപ്പ, മോഹൻജദാരോ, കാളിബംഗൻ, ധോളാവീര എന്നിവ. എഴുത്തിൻ്റെ വികാസത്തിനും വ്യാപാരത്തിൻ്റെ പുരോഗതിക്കും ഒപ്പം നഗരവൽക്കരണത്തിനും തുടക്കം കുറിച്ച ഘട്ടമാണ് മെച്വേർഡ് ഹാരപ്പൻ ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. അവസാന ഹാരപ്പൻ ഘട്ടം നഗരങ്ങളുടെ പതനത്തിൻ്റെയും കൃഷിയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെയും ഘട്ടമാണ്. അതായത് ഏതൊരു സംസ്കാരമാണെങ്കിലും ഏതൊരു രാജവംശമാണെങ്കിലും ഒരു ഉയർച്ചയുടെ അത്യുന്നതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് അതിൻ്റെ പതനമാണ്. അപ്പം അതേപോലെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നഗരങ്ങളുടെയൊക്കെ പതനത്തിൻ്റെ കൃഷിയുടെ സ്പെഷ്യലൈസേഷൻ എന്ന വിവിധ തരം വിളകൾ കൃഷി ചെയ്തതിൻ്റെ ഒരു കാലഘട്ടമാണ് അവസാനത്തെ ഘട്ടം. ഹാരപ്പ, സിസ്വാള്, റോജ്ഡി, രംഗ്പൂർ എന്നിവിടങ്ങളിലെ സെമിത്തേരി ഈ ഘട്ടത്തെക്കുറിച്ച് സൂചന നൽകുന്നു. ഇനി നമുക്ക് ഒറിജിൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. ഹാരപ്പൻ നാഗരികതയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവിധ വീക്ഷണങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓരോ ആളുകളുടെ അഭിപ്രായങ്ങൾ, ഒരു ചരിത്രകാരന്മാരുടെ അഭിപ്രായങ്ങളാണ്. ഹാരപ്പൻ നാഗരികതയുടെ ഉത്ഭവത്തെക്കുറിച്ച് ആദ്യ ചർച്ച അത് വിദേശ ഉത്ഭവമാണ് എന്നതാണ്. അതായത് വിദേശീയരോടെ കൊണ്ടുവന്ന് നമ്മളിൽ നമ്മളെ പഠിപ്പിച്ച് നമ്മളതിന് പിന്നാലെ പോയതാണ് എന്നുള്ളൊരു വാദമാണ് തുടക്കത്തിൽ വരുന്നത്. 1931 ജോൺ മാർഷൽ ഈ നാഗരികത തദ്ദേശീയമാണ് എന്ന് അനുമാനിച്ചു. അതായത് നമ്മുടെ ദേശത്തുള്ളായത് തന്നെയാണ് എന്ന് അനുമാനിച്ചു. ഗോർഡൻ ചൈൽഡും സ്റ്റുവർട്ട് പിക്കോട്ടും നാഗരികതയുടെ തദ്ദേശീയവാദത്തോട് അതായത് ജോൺ മാർഷലിൻ്റെ വാദത്തോട് യോജിച്ചു. പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള മനുഷ്യൻ്റെ പരിശ്രമമായിട്ടതിനെ കണക്കാക്കപ്പെടുകയും ചെയ്തു. ഹാരപ്പൻ നാഗരികതയുടെ നഗര സ്വഭാവം രൂപപ്പെടുന്നതിൽ മെസപ്പൊട്ടോമിയയിലെ ഉറുക്ക് സംസ്കാരത്തിൻ്റെ പങ്ക് CH മക്കെ ഊന്നി പറയുന്നുണ്ട്. മോർട്ടിമർ വീലർ തദ്ദേശീയ ഉത്ഭവ സിദ്ധാന്തത്തെ എതിർക്കുകയും പകരം പശ്ചിമേഷ്യയിൽ നിന്നുള്ള വ്യാപനം എന്ന ആശയത്തെ, പശ്ചിമേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വ്യാപിച്ചതാണ് എന്ന ആശയത്തെ അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു. മോർട്ടിമർ വീലർ ചെളി പോലെയുള്ള ഘടനകളും കോട്ടകളും നിർമ്മിക്കുന്നതിൽ വിദേശീയ സ്വാധീനമുണ്ട് എന്ന അനുമാനമല്ലാതെ തെളിവുകൾ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. DH ഗോർഡൻ, SN കാർമർ തുടങ്ങിയ പണ്ഡിതന്മാർ മെസപ്പൊട്ടോമിയയിൽ നിന്നുള്ള ആളുകളുടെ യഥാർത്ഥ ചലനത്തെയാണ് അനുമാനിക്കുന്നത്. മെസപ്പൊട്ടോമിയയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കുടിയേറിയതിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ അവർ വന്നതിൻ്റെ തെളിവുകളുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 1960-കൾക്ക് ശേഷമുള്ള കോട്ദിജി, ഗഗ്ഗർ താഴ്വര, അമ്രി, കാളിബംഗൻ എന്നിവിടങ്ങളിലെ ഖനനങ്ങൾ കോട്ട സമുച്ചയത്തിൻ്റെയും അനുബന്ധ പുരാവസ്തുക്കളുടെയും തെളിവുകൾ നൽകുന്നുണ്ട്. സിന്ധുവിന് മുമ്പുള്ള കാളിബംഗന്
സമാനമായ മൺപാത്രങ്ങളും വിശാലമായ മൺപാത്ര ശേഖരത്തോടും കൂടിയ സിന്ധു നദീതടത്തിനു മുമ്പുള്ള ആസൂത്രിത കുടിയേറ്റവും യഥാക്രമം F.A. ഖാൻ, അതുപോലെ A. ഘോഷ്, J.M. കാസൽ തുടങ്ങിയ പണ്ഡിതന്മാർ ഹാരപ്പൻ സംസ്കാരം തദ്ദേശീയമാണെന്ന് നിഗമനത്തിലെത്താൻ പ്രേരിപ്പിച്ചു. F.R. ആൾച്ചിൻ അതുപോലെ ബ്രിഡ്ജറ്റ് ആൾച്ചിനും ഇതേ വാദം തന്നെ ഉന്നയിച്ചു. അതായത് ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ ആളുകളും ഇത് തദ്ദേശീയമാണ് എന്ന വാദത്തോട് യോജിക്കുകയുണ്ടായത്. M.R. മുഗൾ ആദ്യകാല ഹാരപ്പൻ, അതായത് ഏർലി ഹാരപ്പൻ നഗരവൽക്കരണം അല്ലെങ്കിൽ പ്രാരംഭ നഗരവൽക്കരണം എന്ന പേരിലാണ് അവർ രണ്ട് പേരുകളാണ് അതിന് കൊടുത്തിരുന്നത്. മെസപ്പൊട്ടോമിയയുമായുള്ള വ്യാപാരബന്ധവും സമകാലിക സംസ്കാരങ്ങൾ പങ്കിട്ട സമാന സവിശേഷതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്ന് വെച്ചാൽ ഇപ്പോൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഇന്ത്യയിലെ ഹാരപ്പൻ സംസ്കാരം, ഇതൊക്കെ എന്താണ് ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് രണ്ട് ഭാഗത്തായിട്ടുണ്ടായിരുന്ന സംസ്കാരങ്ങളാണ് എന്നാണ് അതിൽ നമുക്ക് സൂചന കിട്ടുന്നത് കേട്ടോ. ഹാരപ്പൻ നാഗരികതയുടെ പക്വമായ ഘട്ടത്തിന് മെച്ചോർഡ് ഫേസിന് മുമ്പ് ആദ്യകാല ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് വിവിധ പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊരു ഒരു ചർച്ച നടത്തി. എങ്കിലും അത്തരമൊരു പരിവർത്തനത്തിന് പിന്നിലെ കാരണം ഇന്നും അവ്യക്തമാണ്. ദിലീപ് കെ ചക്രവർത്തി കരകൗശല സെഷനിലെ വ്യാപനമായിട്ട് ആദ്യകാല ഹാരപ്പൻ തലം മുതൽ, അതായത് ഏർലി ഫേസ് മുതൽ പക്വതയാർന്ന ഹാരപ്പൻ തലത്തെ ചിത്രീകരിക്കുന്ന 2 ഘടകങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയുന്നു. ഒന്ന് ചെമ്പ് ലോഹശാസ്ത്രം, മറ്റൊന്ന് ജലസേചന സംവിധാനം. ഹാരപ്പയിൽ അതുണ്ടായിരുന്നു എന്ന് അറിയാലോ അല്ലെ. ജലസേചന സൗകര്യവും അതുപോലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സംഭാവന അറിയുന്നത് ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഈ സംഭവ വികാസങ്ങൾ സമൂഹത്തിൻ്റെ സങ്കീർണമായൊരു ഘടനയിലേക്കും പക്വമായൊരു ഘട്ടത്തിലേക്കും നയിച്ചു എന്നാണ് ചക്രവർത്തി പറയുന്നത്. മധ്യകാല ചരിത്രകാരനായ ഇർഫാൻ ഹബീബ് പക്വമായ ഘട്ടത്തിൽ ഒരു ഏകീകൃത എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഐക്യം കണ്ടെത്തുന്നുണ്ട്. പ്രത്യേക സൈറ്റുകൾ ഉപേക്ഷിക്കുന്നതിനെ അദ്ദേഹം യുദ്ധം അല്ലെങ്കിൽ തീയുമായിട്ട് ബന്ധിപ്പിച്ചെങ്കിലും സ്ഥലങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്ന അതൊരു ആചാരമാണ് എന്ന് വാദിച്ച ചില പണ്ഡിതന്മാർ അങ്ങനെ ഉള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് തദ്ദേശീയമാണ്, അതായത് ഇന്ത്യൻ സംസ്കാരം തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന ആളുകളാണ്. പല അപവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനപ്പുറത്തേക്കെങ്കിലും അവർക്കൊന്നും തന്നെ അതിനനുയോജ്യമായ തെളിവുകൾ നിരത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ ആന്തരിക സത്ത. ഇതിൻ്റെ ഈ 3 ഘട്ടങ്ങളുടെയും അതുപോലെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ വ്യാപനത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവത്തെയും കുറിച്ചുള്ള വിവിധ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ അങ്ങനെയാണ്. അതാണ് അതിൻ്റെ സംഗ്രഹം കേട്ടോ. ഓക്കെ, ഇത്രയാണ് മൂന്നാമത്തെ. ഇതിൽ നമുക്ക് ഏർലി ഹാരപ്പൻ സൈറ്റ്സ് തന്നിട്ടുണ്ട്. ചോദിക്കാനൊന്നും സാധ്യതയില്ല, എന്നാലൊന്ന് വെറുതെ ഒന്ന് പറയാം. ആദ്യകാല ഹാരപ്പൻ പ്രദേശങ്ങൾ: ഒന്ന് മുണ്ടിഗാക്ക് തെക്കൻ അഫ്ഗാനിസ്ഥാനിൽ, പിന്നെ കൊറ്റവലി താഴ്വര, അതിൽ വരുന്നതാണ് ഡാംബ് സാദാത്ത്, റാണ, ഗുണ്ടായി, പെരിയാനോ ഗുണ്ടായി. പിന്നെ മധ്യ തെക്കൻ ബലൂചിസ്ഥാനിൽ അഞ്ചിറ, ടാഗോ, നിന്ദോഹരി, ബലാക്കോട്ട്. പിന്നെ സിന്ധു മേഖലയിൽ അമ്രി, കോട്ടിച്ചി, മെഹർഗഡ്, റമാൻ ദേരി, തർക്കായി കില. പിന്നെ അതിനെ തന്നെ ബന്നു പ്രദേശം, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ലെവൻ, സാറായ്പൂർ. പിന്നെ പഞ്ചാബും അതുപോലെ സഹൽപൂരും, കാളിബംഗന് വടക്കൻ രാജസ്ഥാനിൽ, പിന്നെ സോത്തിബാരായും സിഡ്വാർ. ഇത്രയും സ്ഥലങ്ങൾ അതിൻ്റെ ചോദിക്കൊന്നുമില്ല. നിങ്ങൾ ഹിസ്റ്ററി വ്യാപകമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇത്രയാണ് ഇതിൽ വരുന്നത്, 3rd യൂണിറ്റിൽ വരുന്നത്. നമുക്ക് 4th യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.